ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാം ആണോ തട്ടിപ്പാണോ? ഈ ഒരു സംശയം 2-3 ദിവസമായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിലും ടെലഗ്രാം ഗ്രൂപ്പിലും കറങ്ങി നടക്കുന്നുണ്ട്. എന്നോട് പേഴ്സണലായിട്ടും കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോ ഞാൻ ഇൻസ്റ്റയിൽ ഇന്നയാളുടെ സ്റ്റോറി കണ്ടു, ഇന്നയാൾ വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇന്നയാൾ വീഡിയോ ചെയ്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് തട്ടിപ്പാണെന്നുള്ള ഡൗട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആൻസർ, സ്കാം ആണോ അല്ലേ എന്നുള്ള ക്ലിയർ കട്ട് ആൻസറാണ് പറയാൻ പോകുന്നത്. അതിന് വിത്ത് പ്രൂഫ്സാണ് പറയാൻ പോകുന്നത്, സ്കാം ആണോ അല്ലേ എന്നുള്ളതിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് ആ സ്കാമിനെ പറ്റിയും ഈ ഒരു വീഡിയോസും സ്റ്റോറിയൊക്കെ ഇടുന്നവരെ പറ്റിയും സംസാരിക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് Gate.ioൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു 10 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ എന്നുള്ള അവരുടെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിരുന്നു 10 ബില്യൺ ആണ് അവരുടെ ടോട്ടൽ സപ്ലൈ, അവരുടെ കോയിൻ്റെ എണ്ണം ടോട്ടലി മാർക്കറ്റിലേക്ക് വരുന്നത് 10 ബില്യൺ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്, ഒരു ലീക്കാണ്. ഓക്കെ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വന്നൊരു ലീക്കാണ്. ഇപ്പോൾ ഇത് എത്രത്തോളം റിലവൻ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1% ഈ 10 ബില്യൺ എന്ന് പറയുന്ന സപ്ലൈ, 10 ബില്യൺ കോയിൻസിൽ അതിൻ്റെ 1% ആണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുന്നവർക്കും ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്ത് മൈൻ ചെയ്യുന്നവർക്കും അവർ കൊടുക്കുക. 10 ബില്യൻ്റെ 1% അത്രയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ 76% അവരുടെ പാർട്ട്ണർഷിപ്പ് ഉള്ള ബ്രാൻഡ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ഇത് ഏപ്രിൽ വന്ന ലീക്കാണ് എന്ന് ഓർക്കണം. അന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്നവരുടെ എണ്ണം 1 മില്യൺ ആണ്, 1 മില്യൺ മാത്രം. ഇന്ന് ആ ആൾക്കാരുടെ എണ്ണം 100 മില്യൻ്റെ മേലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1% എന്നുള്ളത് ഒരിക്കലും റെലവൻ്റ് അല്ല. ഇനി അവർ 1% ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും 2 രൂപ 3 രൂപ പോലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇനി വാലിഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതെന്തായാലും ചേഞ്ച് ആയിട്ടുണ്ടോ 1% എന്നുള്ളത് അവർ ചേഞ്ച് ആക്കാൻ നല്ല രീതിക്ക് തന്നെ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് കോയിൻ വരികയാണെങ്കിൽ അവർക്കുള്ള കമ്മ്യൂണിറ്റിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷീബ ഇനു കോയിൻ്റെയും അല്ലെങ്കിൽ ഡോജ് കോയിൻ്റെയും ഇപ്പോൾ മാർക്കറ്റിലുള്ള ഡോജ് കോയിനെക്കാട്ടും അധികമാണ്. അപ്പോൾ ഒരു റെവല്യൂഷണറി പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ്. ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ചസ് വലിയ കമ്മ്യൂണിറ്റിയുള്ള കോയിനെ ലിസ്റ്റ് ആക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ബൈനാൻസ് ആയിക്കോട്ടെ, വൈബിറ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അവർക്ക് വേണ്ടത് അവരുടെ യൂസേഴ്സിനെയാണ്. ഓക്കെ, ഒരു കമ്പനി റൺ ആവണമെങ്കിൽ എന്ത് വേണം? യൂസേഴ്സ് വേണം. അപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാനും ബൈ ചെയ്യാനും സെല് ചെയ്യാനും ആൾക്കാർ വേണം. അപ്പോൾ കോയിന് നല്ല കമ്മ്യൂണിറ്റിയുള്ള കോയിനെ ലിസ്റ്റ് ചെയ്യാനാണ് എല്ലാ എക്സ്ചേഞ്ചുകളുടെ ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ബിറ്റ്ഗെറ്റിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ബിറ്റ്ഗെറ്റ് പറയുന്ന അവരുടെ പ്രീ മാർക്കറ്റിൽ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ട്രേഡിംഗ് ആരംഭിക്കാൻ പോവുകയാണ്, ലിസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, പ്രീ മാർക്കറ്റാണ്, ലിസ്റ്റിംഗ് അല്ല. ഓക്കെ, എല്ലാ എക്സ്ചേഞ്ചസും നമുക്ക് Gate.io വന്നു, ഇപ്പോൾ ബിറ്റ്ഗെറ്റ് വന്നു, അടുത്തത് ബൈബിറ്റ് വരും, പിന്നീട് ബൈനാൻസ് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, തീർച്ചയായിട്ടും വലിയ എക്സ്ചേഞ്ചിലെസ് ഒക്കെ ലിസ്റ്റ് ആവും. എന്തുകൊണ്ട് ഈ എല്ലാ എക്സ്ചേഞ്ചസും വരുന്നു? കാരണം അവർക്ക് ആൾക്കാരെ വേണം. ഇത്രയധികം ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു കോയിൻ ഇല്ല വേറെ. കോയിൻ്റെ പ്രൈസ് ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ആവാണ് നല്ല രീതിക്ക് തന്നെ മേലേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും ഉള്ളൊരു ആശങ്കയുള്ളൊരു കാര്യമാണ് ഈ ഒരു 150 മില്യൺ പ്ലസ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഭൂമിയിലുള്ള ആൾക്കാരുടെ എണ്ണത്തിൻ്റെ 1% ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡീസൻറ്റ് എമൗണ്ട്, ഇപ്പോൾ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഒരു 10,000-ന് മേലെ, ഇത്രയും ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, ഒരു 10,000-ന് മേലെ ഒരാൾക്ക് കൊടുക്കാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എത്ര % ആണ്? എങ്ങനെ കൊടുക്കും? അത് പോസിബിൾ ആണോ? ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ പോസിബിൾ അല്ല. കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് 150 മില്യൻ്റെ കണക്കൊക്കെ വിടാം. ഈ 50 മില്യൺ ആൾക്കാർ, 50 മില്യൺ ആൾക്കാരാണ് ഈ ഒരു കോയിൻ മൈൻ ചെയ്യുന്നതെന്ന് കരുതുക, നിങ്ങൾ മനസ്സിൽ കരുതുക. അപ്പോൾ ഒരാൾക്ക് $1 വെച്ച് കൊടുക്കണം. $1 എന്ന് പറഞ്ഞാൽ 80 രൂപ കൂട്ടിക്കോളൂ, ശരാശരി ഒരു 80 രൂപ വെച്ച് ഒരാൾക്ക് കൊടുത്താൽ പോലും അവർക്ക് വേണ്ട ഫണ്ട് എന്ന് പറഞ്ഞാൽ $50 മില്യൺ ആണ്. ഓക്കെ, $50 മില്യൺ ഉണ്ടെങ്കിലേ ഒരു 80 രൂപ വെച്ച് ഇവരുടെ എല്ലാ യൂസേഴ്സിനും കൊടുക്കാൻ പറ്റൂ. 50 മില്യൺ ആൾക്കാർ കളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 150 മില്യൺ പ്ലസ് ആൾക്കാരാണ് കളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എത്രത്തോളം ഫണ്ട് വേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും ഫണ്ട് റേസ് ചെയ്യാൻ ഇവരെ കൊണ്ടാവുമോ? അത് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് വേണം. കാരണം ഇവർക്ക് വലിയൊരു പാർട്ട്ണർഷിപ്പ് കിട്ടിയാലും ബൈനാൻസിൽ ലിസ്റ്റ് ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത്രയും വലിയൊരു എയർ ഡ്രോപ്പ് തന്നെ ഇവർക്ക് തരാൻ പറ്റും. നോട്ട് കോയിനോളം വലുതാകുമോ എന്നും പലർക്കും സംശയമുണ്ട്. എനിക്കൊരു 99% ഉറപ്പാണ് നോട്ട് കോയിൻ്റെ അത്രയും ഈ ഒരു ഹാംസ്റ്റർ കോയിൻ വരാൻ പറ്റില്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 10-1 പേരെ നോട്ട് കോയിൻ മൈൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നോട്ട് കോയിൻ്റെ ആ ഒരു ഹൈപ്പിലാണ് എല്ലാവരും ഈ കോയിനിലേക്ക് വന്നത്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊജക്റ്റിന് എത്രത്തോളം യൂസേഴ്സ് കൂടുന്നു അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന ഷെയറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര വലിയ യൂസേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു ഫാക്റ്റ് തന്നെയാണ്. സോ നോട്ട് കോയിൻ്റെ അത്രയും വലിയൊരു എയർ ഡ്രോപ്പ് തരും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. റിയാലിറ്റിയിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചൊരു ഡീസൻറ്റ് എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയില്ല. കാരണം ഇവരൊരു ബൈനാൻസിൽ ലിസ്റ്റ് ആവുകയും അതുപോലെ തന്നെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമുക്ക് പാർട്ട്ണർഷിപ്പ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ഭൂമിയിലുള്ള ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി, ഏറ്റവും വലിപ്പമുള്ള കമ്മ്യൂണിറ്റിയുള്ള കോയിൻ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, പിന്നെ ഞങ്ങളെന്തിനാണ് ഇത്ര സമയം കളഞ്ഞതിലേക്ക് ഇരിക്കുന്നത്, ഇന്ന് എത്ര കിട്ടുന്ന ഒരു ഉറപ്പുമില്ല.
അപ്പോൾ നിങ്ങൾ എന്തിന് ഇത്ര സമയം കളയണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെയധികം നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നെപ്പോലത്തെ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് സക്സസ് ഉണ്ടാക്കുന്നു, പലർക്കും അത് കിട്ടുന്നില്ല? കാരണം എന്താ? പേഷ്യൻസ്, ക്ഷമയില്ല എന്നൊരു കാരണമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ, ഷാർപ്പായിട്ടുള്ളൊരു ആൻസർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി എങ്ങനെ ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം, ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ മാത്രം കിട്ടി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പറ്റില്ല. വർഷങ്ങളായിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഉണ്ട്. 2 വർഷമായിട്ട് ഇതുവരെ എയർ ഡ്രോപ്പ് വരാത്ത പ്രൊജക്ട്സ് ഉണ്ട്. അത് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്ഷമ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം, എന്നാലേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കി എൻ്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരേ സമയത്ത് 10ഉം 20ഉം പ്രൊജക്ട്സ് മൈൻഡ് ചെയ്യുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാറ്റിൽ മാത്രം ഇരിക്കുകയല്ല, ഹാംസ്റ്റർ കോമ്പാറ്റിനൊപ്പം തന്നെ ബാക്കിയുള്ള 10ഉം 20ഉം പ്രൊജക്ട്സ് മൈൻഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഈ പ്രൊജക്ട്സ് റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയാം. നിങ്ങൾക്കൊരു പ്രൊജക്റ്റിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക, അവരുടെ ട്വിറ്ററിൽ പോയി നോക്കുക, അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി എത്ര ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓരോ കോയിൻ മൈനിങ് പ്രോജക്ട്സിനെ പറ്റിയും റിസർച്ച് ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ജെന്യൂനായിട്ട് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് 100% ലിസ്റ്റിംഗ് സാധ്യതയും നല്ല രീതിക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്ന പ്രൊജക്ട്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ചപ്പ് ചവറ് പോലെ ഡെയിലി 5-6 ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്യുന്ന എണ്ണം വളരെ നല്ല പ്രൊജക്ട്സ് ആയിരിക്കും എന്ന് ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി മൈൻ ചെയ്യുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ടെലഗ്രാം ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് വേണ്ടവർക്ക് എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ പ്രൊജക്ട്സാണ് ഇപ്പോൾ കറക്റ്റായിട്ട് മൈൻ ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഒരു വേർഡ്, ഇത് സ്കാം ആണോ അല്ലേ, അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കുറച്ച് പ്രൂഫുകൾ കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആകാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ടോൺ ബ്ലോക്ക് ചെയിനിൽ ബേസ് ചെയ്തിട്ടാണ്. ടോണുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോൺ എന്താണ്? ടോൺ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിനാണ്. ഇതേറിയം പോലെയൊക്കെ തന്നെ ഒരു ബ്ലോക്ക് ചെയിനാണ്. ആ ബ്ലോക്ക് ചെയിനിലാണ് നമ്മളുടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ലോഞ്ച് ആകാൻ പോകുന്നത്. അത് ഓൾറെഡി അവരും ടോണും ഹാംസ്റ്റർ കോമ്പാറ്റും അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ Gate.io, ബിറ്റ്ഗെറ്റ് എന്നുള്ള പ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ചസ് എല്ലാം ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ച കമ്പനീസ് അല്ല. അവരൊക്കെ വർഷങ്ങളായിട്ട് ഈ ക്രിപ്റ്റോ കറൻസി ലോകത്ത് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വേൾഡിലുള്ളതാണ്. ഇവർക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ ബ്രാൻഡിനെ വെച്ച് ഈ സാധനം പ്രൊമോട്ട് ചെയ്യൂ. അല്ലെങ്കിൽ എന്താ, ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണെങ്കിൽ ബിറ്റ്ഗെറ്റിനും Gate.ioക്കും കൂടിയാണ് അവരുടെ നഷ്ടം വരിക. അതിലും വലിയ നഷ്ടമാണ് ടോണിന് വരിക. ടോൺ ബ്ലോക്ക് ചെയിനിൽ എത്രയോ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ട്. ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രൊജക്റ്റും ടോൺ പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ ടോൺ എന്താണ്, ഒരു ബ്ലോക്ക് ചെയിൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിൻ്റെ ABCD പോലും അറിയാത്ത ആൾക്കാർ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ സ്കാം ആണെന്ന് വിചാരിക്കരുത്. കാരണം ഒരു ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും വീഡിയോസ് ഇടാം. ഞാൻ പറയുന്നത് ഒരു പ്രൊജക്റ്റിനെ കുറ്റം പറയരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത് എന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങളൊരു പ്രൊജക്റ്റിനെ തറവായിട്ട് അനലൈസ് ചെയ്യണം, അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം. പക്ഷേ എന്താ, പ്രൂഫ്സ്, എന്തൊക്കെ തെളിവുകളാണെന്ന് നിരത്തിയിട്ട് വേണം അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും സ്കാം ആണെന്ന് പറയാൻ. അല്ലാതെ ഇതിൽ കുറേ യൂസേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഇത് സ്കാമാണ് അങ്ങനെ എഴുത്തുള്ളതാണോ? ഒരു കോയിന് നല്ല യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്, അത് സ്ട്രോങ് ആണ്, ഭാവിയിലേക്ക് നല്ല ഒരു പ്രോഫിറ്റ് തരുന്നതാണ്. അപ്പോൾ ആ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും വിടുവായിത്തരം വിളിച്ച് പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഒറ്റ 1 വേർഡ് ആൻസർ പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ? അല്ല, 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം അല്ല. കാരണം ഇത്രയും വലിയ എക്സ്ചേഞ്ചസും ടോൺ പോലത്തെ ഒരു ബ്ലോക്ക് ചെയിനും മണ്ടന്മാരാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ പ്രൂഫ്സ് നിരത്തി പറയുക എന്താണ് ഇത് സ്കാം ആണെന്ന് പറയാൻ കാരണം. പ്രൂഫുകൾ വെച്ച് പറഞ്ഞാൽ ഞാനും അത് സ്കാം ആണെന്ന് അംഗീകരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഒരു പ്രോജക്റ്റിൽ മാത്രം നിങ്ങൾ ഒരിക്കലും മൈൻ ചെയ്യരുത്. മൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ഒരേ ടൈമിൽ 10ഉം 15ഉം പ്രോജക്ട്സ് മൈൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിൽ സക്സസ് ഉണ്ടാവുക. ക്ഷമയുള്ളവർക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാവുക. അവരുടെ റോഡ് മാപ്പ് അനുസരിച്ചേ കാര്യങ്ങൾ പോവുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തും. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് കിട്ടാൻ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.